നമസ്കാരം. ഞാൻ US വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെയുള്ള കുറേ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുണ്ട്. അതായത് പഴയ നോട്ടുകളും കറൻസികളും ഒക്കെ കൊടുക്കുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ. അങ്ങനെയുള്ള കുറേ ഗ്രൂപ്പുകളിൽ ഞാൻ മെമ്പറായിരുന്നു. അങ്ങനത്തെ ഒരു ഗ്രൂപ്പിൽ നിന്ന് വാങ്ങിച്ചൊരു ലോട്ട് അമേരിക്കയിൽ ഏകദേശം ഒരു വർഷത്തിനടുത്തായിട്ട് ഇങ്ങനെ പെട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, ഒന്ന് കൊണ്ടുവരാമോ എന്ന് ചോദിച്ചു. കൊണ്ടുപോകുന്നതാണ്. കാരണം ഇതൊന്നും തന്നെ ഇപ്പോൾ ഉപയോഗത്തിലുള്ള നോട്ടുകളല്ല, എല്ലാം തന്നെ നിർത്തലാക്കിയ നോട്ടുകളാണ്. അതുകൊണ്ട് എനിക്ക് അവരോട് പറയുന്നതിനോ അവർക്ക് കൊണ്ടുവരുന്നതിനോ ടെൻഷനില്ല. ഇപ്പം നമ്മൾ റണ്ണിങ് ഇഷ്യൂ ഒരു $5000 കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞാൽ ആരും അത് കൊണ്ടുവരില്ല. ഇത് പഴയ നോട്ടുകളായതുകൊണ്ട് ധൈര്യമായിട്ട് ആളുകൾ കൊണ്ടുവരാം. കോസ്റ്ററിക്കയുടെ ഒരു നോട്ടാണിത്. നല്ല ഡിസൈനുള്ള കുറച്ച് റയറിറ്റിയുള്ള നോട്ടാണ് ഇപ്പോൾ പോയത്. ഇത് ഒരു കാലത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ നോട്ടായിട്ട് സെലക്ട് ചെയ്തിരുന്നതാണ്. കോസ്റ്ററിക്കയുടെ തന്നെ നോട്ടാണ്. ഇതിൻ്റെ ബാക്കിലത്തെ ഡിസൈൻ അതിമനോഹരമായ ഡിസൈനാണ്. ആദ്യമൊക്കെ ഇതിന് നല്ല ഡിമാൻഡായിരുന്നു, വിലയായിരുന്നു. പക്ഷെ ആ സമയത്ത് ആരൊക്കെയോ ഇതിൻ്റെ ബണ്ടിലുകളും ബ്രിക്കുകളും ഒക്കെ സ്റ്റോക്ക് ചെയ്തിരുന്നു. പിന്നീട് 2005, 2010 കാലമൊക്കെ ആയപ്പോൾ അത് മാർക്കറ്റിലേക്ക് വന്നുകൊണ്ട് അതിൻ്റെ വിലയൊന്ന് പഴയ കൂട്ടത്രയില്ല, എങ്കിലും പിന്നീട് ഇതിന് വില വരാൻ സാധ്യതയുള്ള നോട്ടാണ്. അതൊരു 4-5 നോട്ടുകൾ ആ ഒരു കാറ്റഗറി പെട്ടുണ്ടായിരുന്നു. പിന്നെ ഗോട്ടിമാലയുടെ പഴയ ഇഷ്യൂ ആണ്. ഇതും ഇപ്പം നമുക്ക് അവിടെ കിട്ടുകയോ അല്ലെങ്കിൽ അവിടെ എക്സ്ചേഞ്ച് ചെയ്യാനോ സാധിക്കുന്നതല്ല. പഴയ ഇഷ്യൂ ആണ്. അത്യാവശ്യം നല്ല കണ്ടീഷനുണ്ട്, കിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ പിന്നെ അതും അതിൻ്റെ അകത്തുണ്ടായത്. കാരണം ഇതൊരു ലോട്ടായിട്ടാണ് വരുന്നത്. നമുക്കത് ഓപ്ഷൻ ചെയ്യാം. ചിലപ്പോൾ അത് ഒരു പ്രൈസിന് ഫിക്സ് ചെയ്തിട്ടിരിക്കുന്നതായിരിക്കും. ഇതെല്ലാം വന്നിരിക്കുന്ന സ്ലീവിന് തന്നെ എനിക്ക് തോന്നുന്നു $25 കൊടുക്കാതെ നമുക്ക് ഇതിൻ്റെ സ്ലീവുകളൊന്നും കിട്ടില്ല. കാരണം അത്രയ്ക്കും നല്ല സ്ലീവുകളാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതും ഗോട്ടിമാലയുടെ തന്നെ ഒരു നോട്ടാണ്. ഞാൻ ആക്ച്വലി ഇതിൽ ഒരു നോട്ടിന് വേണ്ടിയിട്ടാണ് ഈ ലോട്ട് വാങ്ങിച്ചത്. ഒരു നോട്ടായിട്ട് അവർ തരില്ല, ലോട്ടായിട്ടേ തരുള്ളൂ. അങ്ങനെയാണ് ഇത് വാങ്ങിച്ചത്. ഈ കാണുന്ന ഒരു നോട്ടിന് വേണ്ടിയിട്ടാണ്, ഈ 666 വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ കഴിഞ്ഞ 2-3 മാസം മുമ്പ് എനിക്ക് ഗോട്ടിമാലയുടെ തന്നെ 666 കിട്ടിയതുകൊണ്ട് ഇതിപ്പോൾ ഒരു സ്പെയറായിട്ട് മാറി. അല്ലെങ്കിൽ ഞാൻ മറ്റേത് മാറ്റിയിട്ട് ഇത് വെക്കണം എന്നുള്ള സ്ഥിതിയായി. കാരണം ഒരു രാജ്യത്തിൻ്റെ ഒരു നോട്ട് വെച്ചിട്ടാണ് ഞാൻ 666 കളക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഗോട്ടിമാലയുടെ തന്നെ 2-3 നോട്ടുകൾ. അപ്പോൾ ഇതിങ്ങനെ ഒരു ലോട്ടായിട്ട് കുറേ നാളായിട്ടിരുന്നു, അത് കിട്ടി. ഇനി അടുത്തൊരു സാധനം കാണിക്കാൻ പോകുന്നത് ഒരു സ്വകാര്യ രാജ്യമെന്ന് വേണമെങ്കിൽ പറയാം. സെൽഫ് റിപ്പബ്ലിക്കായിട്ട് അല്ലെങ്കിൽ അവർ തന്നെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ഒരു രാജ്യത്തിൻ്റെ നാണയമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് നാണയമാണോ എന്ന് ചോദിച്ചാൽ നാണയമാണ്, നാണയമല്ലെന്ന് ചോദിച്ചാൽ നാണയമല്ല. കാരണം ഈ രാജ്യത്തെ ആരും അംഗീകരിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇത് രാജ്യമാണെന്നോ ഇത് അവിടുത്തെ നാണയമാണെന്നോ നമുക്ക് പറയാൻ സാധിക്കില്ല. ഇതിൻ്റെ പേര് ലിബറൽ ലാൻഡ് എന്നാണ്. ലിബറൽ ലാൻഡിൻ്റെ ഈ ഒരു ഹോൾ കോയിൻ ലിമിറ്റഡ് ആയിരുന്നു. 1000 നാണയത്തിൽ താഴെയാണ് ഇറങ്ങിയത്. ഇതിറങ്ങിയ സമയത്ത് ഇതിന് അത്യാവശ്യം വില കുറവായിരുന്നു. പിന്നീട് അതിന് നല്ല ഡിമാൻഡായി. ഇപ്പോൾ ഈ സാധനം കിട്ടാനേ ഇല്ല. ഇതാണ് ലിബറൽ ലാൻഡ്, ഫ്രീ റിപ്പബ്ലിക് ഓഫ് ലിബറൽ ലാൻഡ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇവരവിടെ സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നുണ്ട്. അവിടെ ആക്ച്വലി കുറേ സിറ്റിസൺസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടുത്തെ പാസ്പോർട്ട് വേണമെങ്കിൽ സിറ്റിസൺഷിപ്പ് എടുത്ത് പാസ്പോർട്ട് എടുക്കാനുള്ള അവസരമുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. ചില രാജ്യങ്ങളൊക്കെ ഇവരെ അംഗീകരിച്ചിട്ടുണ്ട്. ഞാൻ ഡയറക്റ്റായിട്ട് ഈ ഹോൾ കോയിൻ ഇറങ്ങിയ സമയത്ത് ഡയറക്റ്റായിട്ട് ലിബറൽ ലാൻഡിൽ നിന്ന് ഇത് ഓർഡർ ചെയ്തിരുന്നു. ക്രൊയേഷ്യയ്ക്കും സെർബിയയ്ക്കും ഇടയ്ക്കുള്ള ഒരു പ്രവിശ്യയാണ് ലിബറൽ ലാൻഡ്. നിങ്ങൾ ഗൂഗിളിൽ നോക്കി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ കണ്ടുപിടിക്കുക. ആ സമയത്ത് എനിക്ക് ഈ നാണയം ഡയറക്റ്റായിട്ട് ലിബറൽ ലാൻഡിൽ നിന്നും തൈവാനിൽ പോയി തൈവാൻ്റെ ക്യാൻസലേഷൻ സ്റ്റാമ്പോടുകൂടിയാണ് എനിക്ക് വന്നത്. അതിൽ ലിബറൽ ലാൻഡിൻ്റെ സ്റ്റാമ്പ് ഉണ്ടായിരുന്നു, തൈവാൻ്റെ സ്റ്റാമ്പ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ നാണയം എൻ്റെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ ഈ നാണയം കുറേ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് വീണ്ടും ഒന്നുകൂടെ കിട്ടി. ഞാൻ പറഞ്ഞ ആദ്യ കാലങ്ങളിൽ ഇതിന് വിലക്കുറവായിരുന്നു. ഇപ്പോൾ ഈ സാധനം കിട്ടാനേ ഇല്ല. ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട ശിലാ സന്തോഷിന് വേണ്ടിയിട്ട് ഒരു ഹോൾക്കോയിൻ്റെ കളക്ഷൻ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇതിലില്ലാത്ത ഒരു നാണയമാണിത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, വാങ്ങിക്കട്ടെ എന്ന് ചോദിച്ചു. വാങ്ങിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി വാങ്ങിച്ച ലിബറൽ ലാൻഡിൻ്റെ ഒരു ഹോൾക്കോയിനാണ്. ലിമിറ്റഡാണ്, 1000 താഴെ മറ്റോ ഇറക്കിയിട്ടുള്ളൂ. അവരുടെ ഒരു സ്റ്റാമ്പും ഉണ്ട് ആ ഒരു രീതിയിലുള്ള. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. കീപ് വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.